ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2026 ഒരു ആക്ഷൻ സർവൈവർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ അപ്പെക്സ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ ട്രെയിലറും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഈ മൂവി ചെയ്യാനായിട്ട് ലേറ്റായോ ഇല്ലെന്ന് അറിയത്തില്ല. എന്തായാലും ഇന്ന് ഈ മൂവിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിന് മുന്നേ ഞാൻ ചെയ്ത ആ ഒരു മൂവിയിലെ നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. അത് കണ്ടപ്പോഴത്തേക്കും നല്ല സന്തോഷമുണ്ട്. കാരണം ആ ഒരു മൂവി നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടിയിട്ടും ഇതുപോലെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കാരണം എനിക്കും അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മൂവി ആയതുകൊണ്ടാണ് ഞാൻ അത്രയും ആഗ്രഹിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചതുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ യൂട്യൂബിൽ പുതിയൊരു അപ്ഡേഷൻ വന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പോഴല്ല, ഒരുപാട് നാളായി വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് റിപ്ലൈ ആയിട്ട് എനിക്ക് വോയിസ് അയക്കാൻ കഴിയും. ഇനിയിപ്പോൾ അങ്ങനെ ഒരു അപ്ഡേറ്റ് ആർക്കും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും യൂട്യൂബ് ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് വോയിസ് അയക്കാൻ ശ്രമിക്കാം. അപ്പോൾ അത് എല്ലാവരും മറക്കാതെ നിന്ന് ചെക്ക് ചെയ്തേക്കുക. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോയാലോ. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. ഈ കഥ തുടങ്ങുന്നത് ഒരു വലിയ പർവ്വതം, അതിന് നടുവിലായിട്ട് ഒരു ചെറിയ ടെന്റ് തൂങ്ങി കിടക്കുന്നു. അതിനുള്ളിൽ രണ്ടുപേരുണ്ട്, സാഷ അതേപോലെ തന്നെ അവളുടെ ഭർത്താവായിട്ടുള്ള ടോമി. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ റോക്ക് ക്ലൈംബിംഗ് ഒക്കെ ചെയ്യുമല്ലോ, അതുപോലെയുള്ള ആളുകളാണ്. അങ്ങനെ ഈ ഒരു റോക്ക് ക്ലൈംബിംഗ് ചെയ്യാനായിട്ട് വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മലയുടെ സൈഡിലായിട്ട് അവർ ടെന്റ് അടിച്ചിട്ടല്ല, തൂക്കിയിട്ടിട്ട് അവിടെ ഇവർ റെസ്റ്റ് എടുക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആവുന്നത് നമ്മുടെ സാഷ എഴുന്നേറ്റ് ടോമിനെ എഴുന്നേൽപ്പിക്കുന്നു. എന്നിട്ട് ആ ഒരു കാഴ്ചയുണ്ടല്ലോ, സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു കാഴ്ച, അത് കാണാൻ തന്നെ നല്ല മനോഹരമായിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഉയരത്തിൽ നിന്ന് നമ്മൾ വല്ലതും അത് കണ്ടു കഴിഞ്ഞാൽ തല ഇറങ്ങി താഴെ വീഴും. സൂര്യോദയം കാണുന്നതിന് പകരം നമ്മുടെ അസ്തമയമായിരിക്കും അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അതിന് മുകളിലേക്ക് കയറി പോവാണ്. അപ്പോൾ നമ്മുടെ സാഷയും ടോമിയും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മല കയറാറുള്ളതാണ്. അങ്ങനെ രണ്ടുപേരും കയറി കുറച്ച് മുകളിലേക്ക് എത്തിയിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ സാഷയ്ക്ക് ഒരിക്കലും ഈ മലയുടെ മുകളിലേക്ക് കയറാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം ദേ ഈ ഒരു ചരിവുള്ള ഭാഗമുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകാനാണ് സാഷിയെ കൊണ്ടൊരിക്കലും കഴിയാത്തത്. അവൾ എല്ലാ തവണയും ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യുമ്പോഴത്തേക്കും പിടി കിട്ടാതെ എപ്പോഴും അവൾ താഴേക്ക് വീഴാറുണ്ട്. എന്താന്ന് വെച്ചാൽ നേരെ താഴേക്കല്ല, ആ ഒരു കയറിലെ തൂങ്ങിക്കിടക്കും. ഇത്തവണ അതുപോലെ അവൾ ട്രൈ ചെയ്യുമ്പോൾ ടോമി പറയുന്നുണ്ട്, ഹേയ് സാഷ, ഇന്നത്തേക്ക് മതി, നമുക്ക് എന്തായാലും നാളെ ട്രൈ ചെയ്യാന്ന് പറയുമ്പോൾ അവൾ സമ്മതിക്കത്തില്ല. ഇല്ല, ഇത് ഒരുപാട് തവണയായിട്ട് ഞാൻ നോക്കുന്നുണ്ട്, ഇന്നെങ്കിലും ഇത് കയറിയേ മതിയാവുള്ളെന്ന് പറഞ്ഞ് അവൾ വീണ്ടും മുകളിലേക്ക് തന്നെ കയറാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഓരോ തവണ ട്രൈ ചെയ്യുമ്പോഴും അവൾ വീണ്ടും താഴേക്ക് വീണിട്ട് ഇപ്പൊ നോക്കുമ്പോൾ മേഘമെല്ലാം ഇരുണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല കാറ്റും മഴയും വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ടോമി പറയും, ഓരോ തവണയും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കയറാൻ കഴിയത്തില്ലാന്ന്, അതുകൊണ്ട് എന്തായാലും നമുക്കിനി നാളെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് അവിടെ അവർ ടെന്റ് അടിച്ച് അതിൽ തന്നെ കിടക്കാണ്. ഇപ്പൊ അന്ന് രാത്രി ഇവര് രണ്ടുപേരും റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ടോമി പറയുന്നുണ്ട്, സാഷ, ഞാൻ നിന്നോട് ഇത് പലതവണ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ ഒരു കാര്യം ഇഷ്ടമാണ്, പക്ഷേ എത്ര നാൾ ഇത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. എന്നല്ല അവന്റെ ആ ഒരു പ്രായം ആയതുകൊണ്ട് ഇത് ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് കാരണം അവൻ പറയുമ്പോഴത്തേക്കും സാഷ ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ല. ഇത്രയും കയറിയിട്ട് ഇനി മുകളിലേക്ക് കയറാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എപ്പോഴും ഈ കയറാൻ കഴിയാത്ത സമയത്ത് ഇതെല്ലാം എന്നോട് പറയുന്നതാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അടുത്ത ദിവസവും ഇവരതിന് മുകളിലേക്ക് കയറാൻ തന്നെ പ്ലാൻ ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ രണ്ടുപേരും ഇപ്പോൾ ബാഗെല്ലാം തൂക്കിയിട്ട് നേരെ മുകളിലേക്ക് കയറി പോകുന്നു. അങ്ങനെ മുകളിലേക്ക് കയറുമ്പോൾ നല്ല രീതിയിൽ മഞ്ഞ് അടിക്കുന്നുണ്ട്, അതേപോലെ തന്നെ കാറ്റുണ്ട്. അതുകൊണ്ട് മുകളിലേക്ക് കയറാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ടോമി സാഷിയോട് പറയും, സാഷ, നീ കുറച്ച് താഴേക്ക് ഇറങ്ങണം, താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒരു മൂർച്ചയുള്ള ഭാഗമുണ്ട്, അതിനടിയിലേക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സേഫ് ആവാമെന്ന് പറയുമ്പോൾ കാര്യം വേറൊന്നുമില്ല, മുകളിൽ നിന്ന് മഞ്ഞെല്ലാം താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ സാഷ പെട്ടെന്ന് താഴേക്ക് പോവാണ്. അങ്ങനെ അവൾ താഴേക്ക് വന്നിട്ട് സേഫ് ആയിട്ടുള്ള അടുത്തേക്ക് നിൽക്കുന്നതും ഇപ്പോൾ അവൻ പറഞ്ഞതുപോലെ മുകളിൽ നിന്നും നല്ല രീതിയിൽ മഞ്ഞ് താഴേക്ക് വീഴുന്നു. അതും വലിയ വലിയ ഐസ് കട്ടകളൊക്കെയാണ് താഴേക്ക് വീഴുന്നത്. അങ്ങനെ വീഴുമ്പോഴത്തേക്കും അതിലൊരെണ്ണം നേരെ വന്നിട്ട് ടോമിയുടെ മുകളിലേക്ക് ഇടിച്ച് അവന്റെ നിയന്ത്രണം വിട്ട് അവൻ നേരെ താഴേക്ക് വീഴും. താഴേക്ക് വീഴുമ്പോഴെന്താണ്, നമ്മുടെ സാഷ അവന്റെ ആ ഒരു കയറ് അവിടെ ലോക്ക് ചെയ്യാനായിട്ട് വിട്ടുപോയി. അതുമല്ല, അവൻ താഴേക്ക് വീഴുന്ന സമയത്ത് അവന്റെ തല ഇടിച്ചിട്ട് ബോധമില്ലാതെ തൂങ്ങിക്കിടക്കാണ്. ഇപ്പൊ അവനെ പിടിച്ചു വെച്ചിട്ട് സാഷയ്ക്ക് അധികം നേരം നിൽക്കാനായിട്ട് കഴിയത്തില്ല. അവസാനം എന്താ സംഭവിക്കുന്നറിയോ, സാഷ ആ ഒരു കയറിന്റെ പിടി അങ്ങ് വിടുന്നതും അവൻ നേരെ താഴേക്ക് വീണിട്ട് അവനോട് വെച്ച് മരിക്കാണ്. ഇത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണ് കഴിഞ്ഞാല് പിന്നെ അറിയാലോ. അങ്ങനെ സാഷ മാത്രം ആ മലയുടെ മുകളിൽ ഒറ്റയ്ക്കായി. അങ്ങനെ ടോമിയുടെ മരണത്തിന് ശേഷം ഒരു 5 മാസം കഴിഞ്ഞ് നമ്മുടെ സാഷയെ കാണിക്കുമ്പോൾ അവളിപ്പോൾ ഒറ്റയ്ക്ക് തന്റെ വണ്ടി ഓടിച്ചിട്ട് ഒരിടത്തേക്ക് പോവാണ്. അവൾ പോകുന്ന സ്ഥലം വേറെ ഒന്നുമല്ല, ഓസ്ട്രേലിയയിലെ വണ്ടാറ നാഷണൽ പാർക്കിലേക്ക്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു നാഷണൽ പാർക്കിലെ വലിയ വലിയ മലകളും അവൾക്ക് ക്ലൈംബിംഗ് ചെയ്യാനായിട്ട് പറ്റിയ മലകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവൾ ഒരിടത്തേക്ക് വന്നിരുന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനു മുന്നേ ടോമി പറഞ്ഞ ആ ഒരു കാര്യം അവൾ ചിന്തിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. എന്താന്ന് വെച്ചാൽ അന്ന് ആ ഒരു മല കയറണ്ടെന്ന് അവൻ പലതവണ പറഞ്ഞതാണ്. പക്ഷെ അവൾ കേൾക്കാത്തത് കൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് അവൾക്കറിയാം.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് സാഷ ആ ഒരു പാർക്കിലേക്ക് കയറുന്നതിന് മുന്നേ അവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ. അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഈ ഒരു പാർക്കിനുള്ളിലേക്ക് പോയിട്ടുള്ള ഒരുപാട് സഞ്ചാരികളും ഇതുവരെ തിരിച്ചു വന്നതായിട്ട് ഒരറിവുമില്ല. അവരെല്ലാം എവിടെ പോയെന്നോ അവർക്ക് എന്ത് സംഭവിച്ചെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണത്. അത് പ്രത്യേകം അവിടെയുള്ള ആ ഒരു സെക്യൂരിറ്റി പറയുന്നുണ്ട്. എന്നിട്ട് ഒരു പേപ്പറിൽ കൈ എഴുത്തും വാങ്ങിക്കുന്നുണ്ട്. കാരണം അവൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സൈൻ എല്ലാം ചെയ്തു കഴിഞ്ഞ് സാഷ അവിടെ നിന്നും ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്, അവിടേക്ക് വണ്ടി നിർത്തി അതിനടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. അങ്ങനെ വാങ്ങുമ്പോൾ എന്താണ് നമ്മൾ സാധാരണ എല്ലാ സിനിമകളിലും കണ്ടുവരുന്നത് പോലെ അവിടെ മോശപ്പെട്ട കുറച്ച് ആളുകളുണ്ടാവും. അവർ ഈ സ്ത്രീകളെ കാണുമ്പോഴത്തേക്കും തരിച്ചു കയറുമല്ലോ, എന്നിട്ട് വന്നിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിക്കുകയെല്ലാം ചെയ്യുന്നു. അതുപോലെ കുറച്ച് പേര് നമ്മുടെ സാഷയോട് വന്ന് മോശമായിട്ട് സംസാരിക്കുന്നു. അതേപോലെ അവളുടെ അടുത്ത് അടുക്കാനായിട്ടെല്ലാം ശ്രമിക്കുകയാണ്. പക്ഷേ നമ്മുടെ സാഷയ്ക്ക് താല്പര്യമില്ല എന്ന് അറിഞ്ഞിട്ടും ഇവന്മാര് കറങ്ങി തന്നെ നിൽക്കാണ്. ദേ ഇതുപോലെ കുറെ പേരുണ്ട്. ഈ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് എന്തോ ഒരു തരിതരിപ്പ് പോലെയാണ്, അടങ്ങിയിരിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോഴാണ് ഷോപ്പിനകത്തേക്ക് ഒരു മൊട്ടത്തലയും കയറി വരുന്നത്. അവൻ വന്നിട്ട് അവിടെ നിൽക്കുന്നവരോട് പറയും, ഏയ് നിങ്ങളുടെ ആവശ്യം എന്തായാലും അവൾക്ക് ഉണ്ടാകത്തില്ല, അവൾക്ക് ആവശ്യമുള്ളതെല്ലാം അവളുടെ കയ്യിൽ തന്നെ കാണും എന്ന് ഒരു ഡബിൾ മീനിങ്ങോടെ അവളോട് സംസാരിക്കുമ്പോൾ അവര് പെട്ടെന്ന് ഇത് കേട്ടിട്ട് അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ ആ ഒരു മൊട്ടത്തലയും പറയും, നിനക്ക് കുറച്ച് സഹായം ആവശ്യമുണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചെന്ന് പറയുമ്പോൾ സാഷ പറയും, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ലാന്ന്. അപ്പോൾ മുഖത്തടിച്ചതുപോലെ പറയുമ്പോൾ അവൻ പെട്ടെന്ന് ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവനിപ്പോൾ ഈ ഒരു ഷോപ്പിൽ എന്തോ ഒരു ഫുഡ് ഐറ്റം കച്ചവടം ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവന്റെ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് ആ ഒരു ഷോപ്പിലെ ലേഡി പറയും, നിന്റെ സാധനം ഒന്നും വിറ്റ് പോകുന്നില്ല, അതുകൊണ്ട് ഇത് ഇവിടെ വെച്ചിട്ടും വലിയ കാര്യമില്ലാന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സാഷ സാധനങ്ങളെല്ലാം വാങ്ങിയപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി അവളുടെ വണ്ടിയിലേക്ക് കയറി ഇരുന്നിട്ട് അവളുടെ കയ്യിലുള്ള ആ ഒരു മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ഈ മാപ്പിലെ ലൊക്കേഷൻ അവൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ആരോടെങ്കിലും സഹായം ചോദിച്ചേ മതിയാവും. അപ്പോഴാണ് അടുത്തുള്ള കാറിലെ നേരത്തെ കയറി ആ ഒരു മൊട്ടത്തലേൻ അവിടെ ഇരിക്കുന്നത്. ഇപ്പൊ അവരോട് കാര്യം ചോദിക്കാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ച് എനിക്ക് ആ ഒരു കാനിയലിലേക്ക് പോകണമെന്ന് പറയുമ്പോഴത്തേക്കും അവൻ വന്നിട്ട് ആ ഒരു മാപ്പ് കണ്ടിട്ട് പറയും, ഓക്കെ ഇവിടേക്ക് പോകാനായിട്ട് 2 വഴിയുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴി വേണോ അതോ എളുപ്പമായിട്ടുള്ള വഴി വേണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, നിങ്ങൾക്ക് ഏതാ ബെസ്റ്റ് എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അവൻ അവിടേക്ക് പോയിട്ടുള്ള ആ ഒരു വഴി പറഞ്ഞു കൊടുക്കും. അതുപോലെ അവൻ പറയുന്നുണ്ട്, ഇത് കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, അധികം അങ്ങനെ ആർക്കും അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്ഥലം നല്ലതുപോലെ ഇഷ്ടപ്പെടും, നല്ല വെള്ളമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവളിപ്പോൾ അവനോട് ടാങ്ക്സ് പറഞ്ഞ് വണ്ടിയെടുത്ത് അവൻ പറഞ്ഞ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടേക്ക് തന്നെ പോവാണ്. ഇപ്പം അത് കഴിഞ്ഞ് നമ്മുടെ സാഷ ആ മൊട്ടത്തലയും പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്കും അവിടെ ക്യാമ്പ് ചെയ്ത് ഫുഡെല്ലാം ഉണ്ടാക്കി അവിടെ കഴിയാന്ന് വിചാരിച്ചിട്ട് സമാധാനമായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നേരത്തെ ആ ഒരു ഷോപ്പിലെ അവളെ ശല്യം ചെയ്ത അവന്മാരുണ്ടല്ലോ അവന്മാര് കറക്റ്റ് ആ സ്ഥലത്തേക്ക് വരുന്നു. അതും ഒരുത്ത മാത്രമല്ല 2-3 പേരുണ്ട്. എന്നിട്ട് എന്താണ് അവന്മാർ ഈ മാനിനെല്ലാം വേട്ടയാടിക്കൊണ്ട് വന്നേക്കാണ്. അതുമല്ല അവരുടെ കൂടെ ഒരു നായയുണ്ട്. ഇത് കാണുമ്പോൾ സാഷ വെട്ടുന്ന അവളുടെ വണ്ടിയിൽ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോവാന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അതിലൊരുത്തം പറയും, ഹേയ് ഞങ്ങൾ നിന്റെ സുഹൃത്താവാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ, പിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഇനി എന്തായാലും കഴിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ സാഷ വെട്ടുന്ന് അവളുടെ വണ്ടിയിലേക്ക് കയറിയിരിക്കും. അപ്പൊ അതിലൊരുത്തം വന്നിട്ട് ഹേയ് ജസ്റ്റ് ഫ്രണ്ട് ആവാനാണ് ശ്രമിച്ചതെന്ന് പറയുമ്പോൾ അവൾ മറുപടി ഒന്നും പറയാത്തതുകൊണ്ട് അവൻ പറയും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ തിരിച്ച് അവന്റെ വണ്ടിയുടെ അടുത്തേക്ക് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ സാഷയാണെങ്കിലോ അതിനകത്ത് ഉറങ്ങാൻ കഴിയാതെ കിടക്കുകയാണ്. കാരണം ഇതുപോലുള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതുപോലുള്ള ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ സാഷ തന്റെ കയ്യിൽ ഈ പെപ്പർ സ്പ്രേ ഉണ്ടല്ലോ അതും എടുത്ത് വെച്ചേക്കാണ്, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കണ്ണിൽ അടിച്ചു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ കുറെ നേരം കഴിയുമ്പോഴത്തേക്കും എന്തോ ഭാഗ്യത്തിന് അവന്മാർക്ക് എന്തോ ഒരു അത്യാവശ്യമായിട്ട് പെട്ടെന്ന് എല്ലാവരും വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അതുകൊണ്ട് അവൾക്ക് ഇതിന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാനും കഴിയുന്നു. അത് കഴിഞ്ഞ അടുത്ത ദിവസം ആവുന്നത് സാഷ അവൾ കാർ പാർക്ക് ചെയ്യുന്ന ആ സ്ഥലത്ത് നിന്നും ഒരു പുഴ ഇങ്ങനെ പോകുന്നുണ്ട്. അതിലൂടെ അവൾ കയാക്ക് ചെയ്ത് പോവാൻ പോവാണ്. എന്നിട്ട് കാടിനുള്ളിൽ എവിടെയെങ്കിലും പോയിട്ട് ക്യാമ്പ് ചെയ്യും. അതേപോലെ ആ ഒരു വലിയ മലയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് ക്ലൈംബ് ചെയ്ത് മുകളിലേക്ക് പോകാനാണ് അവൾ ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ തന്റെ കയാക്കും എടുത്ത് അത്യാവശ്യത്തിന് സാധനങ്ങളെല്ലാം ഒരു ബാഗിലെല്ലാം പാക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് എന്താണ് അവൾ നല്ലതുപോലെ അതിലൂടെ കയാക്കിങ് ചെയ്ത് ആ ഒരു പുഴയിലൂടെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ക്ലൈംബ് ചെയ്യാൻ മാത്രമല്ല ഈ ഒരു കയാക്കിങ് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ആ ഒരു കുത്തൊഴുക്കില് അതേപോലെ തന്നെ ചെറിയ വെള്ളച്ചാട്ടം, വലിയ വെള്ളച്ചാട്ടം ഇതൊക്കെ എത്തുമ്പോഴത്തേക്ക് ആ ഒരു കയാക്കിങ് ആ ഒരു കയറിൽ കെട്ടി താഴെ കിടക്കും. എന്നിട്ട് അവൾ നേരെ വെള്ളത്തിലേക്ക് ചാടി വീണ്ടും അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കയാക്ക് ചെയ്ത അവസാനം അവൾ ഒരു സ്ഥലത്തേക്ക് എത്തുന്നു. ഇപ്പോൾ വെള്ളം നല്ല ശാന്തമായിട്ടാണ് ഒഴുകി പോകുന്നത്. അങ്ങനെ അതിലൂടെ തന്റെ കയാക്കും കൊണ്ട് അവള് അവിടെയുള്ള ഒരു കരയിലേക്ക് കയാക്ക് കൊണ്ട് കെട്ടിയിട്ടിട്ട് ഇപ്പൊ ആ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാനാണ് അവൾ പ്ലാൻ ചെയ്തേക്കുന്നത്. തന്റെ ടെന്റും കാര്യങ്ങളെല്ലാം അവിടെ അടിച്ച് അതേപോലെ തന്നെ ബാഗും കാര്യങ്ങളെല്ലാം അടുത്തുള്ള ഒരു മരത്തിൽ തൂക്കിയിടുന്നു. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു മൃഗങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം വന്നിട്ട് ആ ഒരു ബാഗ് നശിപ്പിക്കാതിരിക്കത്തുള്ളൂ. അങ്ങനെ അന്ന് രാത്രി അവിടെ തന്നെ ആ ഒരു ടെന്റിൽ കിടന്ന് ഉറങ്ങിയതിനു ശേഷം അടുത്ത ദിവസം രാവിലെ ഇതുപോലൊരു ശബ്ദം കേട്ടാണ് അവൾ കണ്ണ് തുറക്കുന്നത്. അങ്ങനെ കണ്ണ് തുറന്ന ആ ഒരു ടെന്റും തുറന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ മരത്തിൽ തൂക്കിയിട്ടിരുന്ന അവളുടെ ബാഗ് കാണാനില്ല.
അപ്പോൾ ബാഗിലാണ് ഫോണ്, പേഴ്സ്, മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതെവിടെ പോയതെന്നും പറഞ്ഞിട്ട് അവൾ ആ ഒരു ടെന്റ് തുറന്ന് അതിനുള്ളിലേക്ക് നോക്കുമ്പോൾ അതിനകത്ത് ദേ ഇതുപോലൊരു പാമ്പ്. അതും കണ്ട് പേടിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു ടെന്റ് എല്ലാം മടക്കി തന്റെ കയാക്കിലേക്ക് വെച്ചിട്ട് അവൾ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നിലേക്ക് തുഴഞ്ഞു പോവാണ്. അങ്ങനെ കുറെ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് അവിടെ കുറച്ച് ദൂരെയായിട്ട് മറ്റൊരു കയാക്ക് കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരോ താമസമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ പതിയെ തന്റെ കയാക്ക് അവിടേക്ക് കൊണ്ടു നിർത്തി ആ ഒരു കരയിലേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും കുറച്ച് ദൂരെയായിട്ട് ചെറിയൊരു വീട് പോലെ എന്തോ ചെയ്തു വെച്ചേക്കുന്നു. അവിടെ തീയെല്ലാം കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ആരോ ഇവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വന്നിട്ട് ഇവിടെ ആരാ താമസിക്കുന്ന അറിയത്തില്ലല്ലോ. ചുറ്റിനും കുറച്ചു നേരം നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് ആഹാ, ഇവിടെ താമസിക്കുന്നത് വേറെ ആരുമല്ല, ആ ഒരു മുട്ടത്തലയുണ്ടല്ലോ അവനാണ്. അപ്പൊ അവന്റെ പേര് ബെൻ എന്നാണ്. ഇപ്പൊ അവനെ കാണുമ്പോഴത്തേക്കും സാഷ, ഹേയ് ബെൻ, ഞാനാണ് സാഷ എന്ന് പറയുമ്പോ, ഓ സാഷ, ഞാൻ പറഞ്ഞില്ല ഈ ഒരു സ്ഥലത്ത് താമസിക്കാണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. അപ്പോൾ സാഷ പറയും, അതെ ബുദ്ധിമുട്ട് കുഴപ്പമൊന്നുമില്ല, വെള്ളം നല്ലതാണ്. പക്ഷെ ഇന്നലെ രാത്രി എന്തോ വന്നിട്ട് എന്റെ ബാഗും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോയി. അതിലാണ് ഫുഡ്, ഫോണ്, മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറയുമ്പോൾ അവൻ പറയും, അയ്യോ അത് മോഷിച്ചുകൊണ്ട് പോയോ? അവൻ ആദ്യം പറയും അതേതെങ്കിലും കുട്ടി വാംപാക്സ് ആയിരിക്കും, അത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഫോണിൽ വെറുതെ മെസ്സേജ് അയക്കും നിങ്ങളുടെ ബില്ലൊക്കെ കൂടുമെന്ന് പറയുമ്പോൾ അവൻ പറയും വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ്, ഇത്രയും വലിയൊരു കാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കൂ? അപ്പോൾ സാഷ പറയും, ഇല്ല അത് മരത്തിലാണ് ഞാൻ തൂക്കിയിട്ടിരുന്നത്. അയ്യോ, ഈ കാട്ടിലെ എന്തെങ്കിലും കാര്യം കാണാതെ പോയി കഴിഞ്ഞാൽ പോയതാണ്. ഓക്കെ, എനിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് തരാമെന്ന് പറയുമ്പോൾ സാഷ പറയും, കാര്യമായിട്ട്? അതെ, ഈ കാട്ടിൽ നമ്മൾ തന്നെയാണ് സംരക്ഷിക്കേണ്ടത്, അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, നിനക്ക് മീൻ കഴിക്കാൻ വേണമെന്ന് ചോദിക്കുമ്പോൾ സാഷ പറയില്ല വേണ്ടാന്ന് പറയുമ്പോൾ, അല്ല ഞാൻ കൊണ്ടുവരാം, നീ അവിടെ ഇരിക്കും പ്ലീസ് എന്ന് പറഞ്ഞ് അവൾക്ക് കഴിക്കാനായിട്ട് അവൻ മീൻ വെച്ചുണ്ടാക്കിയ എന്തൊരു ഫുഡുണ്ട്, അതാണ് അവൻ കച്ചവടം ചെയ്യുന്നത്. അത് കൊണ്ടുവന്ന് അവൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നതും. ഇപ്പൊ അവൾ അത് കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അതിന് അവള് ടാങ്ക്സ് എല്ലാം പറഞ്ഞ് ഇപ്പൊ അവനെ പറ്റിയെല്ലാം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവൾക്ക് കുടിക്കാനായിട്ട് ഈ മരത്തിൽ നിന്ന് എടുക്കുന്ന വെള്ളമുണ്ട്, അതെല്ലാം കുടിക്കാനായിട്ട് കൊടുക്കുന്നു. ഇതെല്ലാം അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുമല്ല അവൻ ആഴ്ചയിൽ 2 ദിവസം ഇവിടെ താമസിക്കാണ്ട് വരുമെന്നും ഈ വെള്ളത്തിൽ ഇറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ അവൻ എന്തോ പോലെയാണെന്നും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അതുമല്ല അവൻ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, നമ്മുടെ സാഷ ആരാണെന്നുള്ള കാര്യം അവൻ അറിയാം എന്ന് പറയുമ്പോൾ സാഷ ഇവിടെ നിന്ന് ഞെട്ടും. അപ്പോൾ അവൻ പറയില്ല വെറുതെ ഗസ് ചെയ്താണ്, നിന്റെ ബോയ് ഫ്രണ്ടായിട്ട് നിനക്ക് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം, അതുകൊണ്ടാണ് നീ ഒറ്റയ്ക്ക് ഇവിടേക്ക് വന്നത് എന്നെല്ലാം പറയുമ്പോൾ സാഷ അതിന് കറക്റ്റായിട്ടുള്ള മറുപടി ഒന്നും പറയത്തില്ല, അവളിതെല്ലാം കേട്ടിരിക്കും. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് സാഷ അവളെ ശല്യപ്പെടുത്താനായിട്ട് 2-3 പേര് വന്നല്ലോ, അവരെ പറ്റി ബെന്നിനോട് പറയുമ്പോഴത്തേക്കും ബെൻ പറയും, അവന്മാര് വേട്ടക്കാരൊന്നുമല്ല, കറക്റ്റായിട്ടുള്ള വേട്ടക്കാര് കാടിനെപ്പോഴും ഒരു മര്യാദ കൊടുക്കും. ഇതാണെങ്കിലോ വെള്ളം ഓടിക്കാൻ വേണ്ടി മാത്രം കാട്ടിലേക്ക് വരുന്നവന്മാര്. പക്ഷെ നീ അവരെ നല്ലതുപോലെ ഹാൻഡിൽ ചെയ്തു, നിന്നെ ഉപദ്രവിക്കാനും സമ്മതിച്ചില്ല, അവർക്ക് അതിനുള്ള അവസരവും നീ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ സാഷ വിട്ട് നല്ല നീ എന്താ ഈ പറയുന്നേ? അപ്പോൾ അവൻ പറയും, അതെ ഞാൻ ആ ഒരു ക്യാമ്പിംഗ് സെറ്റിൽ തന്നെ ഉണ്ടായിരുന്നു, നിന്നെ സഹായിക്കാന്നാണ് വിചാരിച്ചത്, പക്ഷെ നീ അത് നല്ലതുപോലെ ഹാൻഡിൽ ചെയ്തു, നിനക്കൊരു സഹായം വേണ്ടായിരുന്നു, നീ എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്തു, നീ എന്റെ അമ്മയെ പോലെയാണ് സാഷ എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ ചിരിക്കുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന സാഷയ്ക്ക് എങ്ങനെ ഉണ്ടാവും? അവളെ ഇത്രയും നേരം അവൻ ഫോളോ ചെയ്യുന്നു എന്നാണ് അവൾ ചിന്തിക്കുന്നത്. എന്നിട്ട് അവൻ തന്റെ കാലിൽ ഷൂ എല്ലാം ഇട്ടിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്കും സാഷയ്ക്ക് എന്തോ റോഗായിട്ട് തോന്നിയിട്ട് അവൾ പറയും, ഓക്കെ ഞാൻ പോവാണെന്ന് പറയുമ്പോൾ അവൻ പറയും, അല്ലേ പെട്ടെന്ന് എവിടേക്കാ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അവന്റെ കയ്യിൽ ആ ഒരു ബ്രേസ്ലെറ്റ് കിടക്കുന്നു, ഇത് സാഷയുടേതാണ്. ഇത് കാണുമ്പോൾ അവൻ പറയും, ഇല്ല വെറുതെ എടുത്തിട്ട് നോക്കിയതാണ്. അപ്പോ സാഷ, ഇല്ല ബെൻ ഞാൻ പോവാണെന്ന് പറയുന്നതും പെട്ടെന്ന് അവൻ ആ ഒരു വീടിനകത്തേക്ക് കയറിയിട്ട് എന്നാ ഈ ഒരു ബാഗും കൂടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അവളുടെ ബാഗ് എടുത്തിടുന്നതും ആഹാ വേറൊന്നുമല്ല, യഥാർത്ഥ സൈക്കോ ഇവൻ തന്നെയായിരുന്നു. അതുമല്ല വലിയൊരു സ്പീക്കറും അതേപോലെ തന്നെ കയ്യിലെ ഒരാരോ പോയും ഇത് രണ്ടും എടുത്തു വെച്ചിട്ട് ആ ഒരു മ്യൂസിക് ഇപ്പോൾ പ്ലേ ചെയ്ത് അവളോട് പറയും, ഓക്കെ നിന്റെ ബാഗിലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഫോൺ ഉൾപ്പെടെ എല്ലാം, ഇതും എടുത്തിട്ട് നിനക്ക് രക്ഷപ്പെട്ട് എവിടം വരെ പോകാൻ കഴിയും അവിടം വരെയും ഓടി രക്ഷപ്പെട്, അതും ഈ ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് തീരുന്നത് വരെ നിനക്ക് സമയമുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ നിന്നെ വേട്ടയാടാനായിട്ട് വരുമെന്ന് പറയുന്നതും വേറെ ഒന്നുമല്ല, നമ്മുടെ സാഷയെ ഇവനിപ്പോൾ വേട്ടയാടി കൊല്ലാൻ പോവാണ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ഒരു സൈക്കോയുടെ മുന്നിൽ തന്നെയാണ് അവൾ വന്ന് പെട്ടിട്ടുള്ളത്. ഇത് മനസ്സിലാക്കിയ സാഷ അവളുടെ ബാഗ് എടുത്ത് ഒരൊറ്റ ഓട്ടം ആ ഒരു കാടിനുള്ളിലേക്ക്. അങ്ങനെ നല്ല വേഗതയിൽ ഓടുമ്പോഴത്തേക്കും ഇവിടെ ആ ഒരു മുട്ടത്തലയും സൈക്കോ ഉണ്ടല്ലോ ബെൻ, അവനിപ്പോൾ നല്ലതുപോലെ ഡാൻസ് എല്ലാം ചെയ്യുന്നു ഈ ഒരു മ്യൂസിക് തീരുന്നത് വരെ. അതൊരു സൈക്കോ ഡാൻസ്. ഓക്കെ, എന്തായാലും സൈക്കോ ആണെങ്കിലും പറഞ്ഞ വാക്കിനെ അവൻ അതുപോലെ തന്നെ പാലിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് തീരുന്നത് വരെ അവൻ അവിടെ തന്നെ നിൽക്കും, അവളുടെ പിറകെ പോകത്തില്ല. ഈ സമയം കൊണ്ട് നമ്മുടെ സാഷ ഓടി വന്ന് അവളുടെ ആ ഒരു കയാക്കുണ്ടല്ലോ അതിലേക്ക് കയറി പെട്ടെന്ന് ആ ഒരു കയാക്ക് അവിടെ നിന്ന് തുഴയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കറക്റ്റ് ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ അത് തീർന്നു. അപ്പോൾ എന്താണ്, ആ ഒരു സൈക്കോ ഇനി അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ സാഷ പെട്ടെന്ന് ആ ഒരു കയാക്ക് തുഴഞ്ഞിട്ട് പുഴയിലൂടെ വീണ്ടും മുന്നോട്ട് പോവാണ്. ഇതേ സമയം നമ്മുടെ ബെന്നാണെങ്കിലോ അവളുടെ പിറകെ തന്നെ കരയിലൂടെ ഓടി വരുന്നു. എനിക്ക് തോന്നി ഒരു പുഴയിലൂടെ പോകുന്നതിനെക്കാട്ടി എളുപ്പം കരയിലൂടെ
ഇവരെ ഫോളോ ചെയ്ത് വരാൻ കഴിയുമെന്ന്. എന്തായാലും നമ്മുടെ സാഷ ഒരുപാട് നേരം തുഴഞ്ഞ് അവസാനം ചെറിയൊരു കുത്തൊഴുക്കെത്തുമ്പോഴത്തേക്കും അതിലൂടെ ഒരു കയക്കിറക്കും. പക്ഷേ വെള്ളത്തിനടിയിലുള്ള ആ ഒരു ഒഴുക്ക് കാരണം അവൾ തല കീഴായിട്ട് മറിഞ്ഞിട്ട് ഇത് ഒഴുകി പോകുമ്പോൾ തല ഒന്നൊരു കല്ലിലേക്ക് ഇടിക്കും. ആ ഇടിയിൽ അവൾ നേരെ ആ ഒരു കയാക്കിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് ഇപ്പൊ ആ ഒരു കയാക്ക് ഒഴുകി അങ്ങ് പോവാണ്. അവളെ കൊണ്ട് പിടിക്കാൻ കഴിയത്തില്ല. പകരം അവളുടെ ബാഗ് മാത്രം അവളെങ്ങനെയെങ്കിലും കൈ എത്തി പിടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബാഗ് എടുത്ത് നീന്തി കരയിലേക്ക് വന്ന് തലയിൽ ചെറിയ രീതിയിൽ ഇടിയും കൊണ്ടിട്ടുണ്ടല്ലോ, രക്തവും വരുന്നുണ്ട്. അങ്ങനെ തന്റെ ദേഹത്ത് നനഞ്ഞിരുന്ന ആ ഒരു വസ്ത്രമെല്ലാം മാറ്റി അതേപോലെ തന്നെ ബാഗിൽ നിന്നും വേറൊരു ടീഷർട്ടെല്ലാം എടുത്തിട്ട് വീണ്ടും ആ ഒരു ബാഗ് എടുത്ത് ഇപ്പൊ അവിടെ നിന്ന് മുകളിലേക്ക് നടന്നു പോവാണ്. അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കാണ് കുറച്ച് ആളുകൾ സംസാരിക്കുന്നൊരു ശബ്ദം കേൾക്കുന്നു. എന്താന്ന് വെച്ചാല് ഇവളെ പോലെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളാണെന്ന് തോന്നുന്നു. അപ്പൊ അവരുടെ ശബ്ദം കേട്ട സാഷ അവരോട് സഹായം ചോദിക്കാന്ന് പറഞ്ഞ് പതിയെ മുകളിലേക്ക് കയറി വരും. അങ്ങനെ ആ ഒരു ശബ്ദം കേൾക്കുന്ന അടുത്തേക്ക് എത്തുമ്പോഴാണ് അടുത്തൊരു ആഹാ, വേറൊന്നുമല്ല, അവിടെ ഒരു മൊബൈലിൽ ഒരു വീഡിയോ പ്ലേ ചെയ്തേക്കാണ്. ഇതുപോലെ ഇവിടെ വന്നൊരു സഞ്ചാരികളുണ്ടല്ലോ, അവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം. അങ്ങനെ ഈ ഫോൺ ഇവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ ബെൻ ഇവിടെ അടുത്തായിട്ട് തന്നെയുണ്ട്. അവൾ അങ്ങനെ നോക്കി നിൽക്കുന്നത് കറക്റ്റ് ഒരു അമ്പ് വന്ന് അടുത്തുള്ള മരത്തിലേക്ക് തറച്ചിരിക്കുന്നു. എന്നിട്ട് അവൾ ഒളിച്ചിരുന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ബെൻ അവിടെ തന്നെയുണ്ട്. അങ്ങനെ സാഷ താഴെ കൂടെ ഓടുന്നു. ബെൻ ആണെങ്കിലും മുകളിലൂടെ ഓടിയിട്ട് അവളുടെ പിറകെ വന്ന് അവളെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് തവണ നമ്മുടെ സാഷ ഒഴിഞ്ഞു മാറി ഓടി വരുന്ന സമയത്ത് അവളുടെ ഫോൺ എടുത്ത് സഹായത്തിനായിട്ട് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫോണിൽ സിഗ്നലും കിട്ടുന്നില്ല. അപ്പോൾ അവരാണെങ്കിൽ ഒരു പാറയുടെ മുകളിലേക്ക് കയറിയിരുന്നു. ഇതാണെങ്കിൽ നല്ല ലെൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാൻ കഴിയും. അതുമല്ല ആ ഒരു ഊള ശബ്ദം ഉണ്ടാക്കുന്നത് അവൻ തന്നെയാണ്. അങ്ങനെ ഓടി പോകുമ്പോഴത്തേക്ക് നമ്മുടെ സാഷയുടെ അടുത്തേക്ക് അവൻ ഒരു തവണ കൂടി ഈ അമ്പ് വിട്ടുകൊടുക്കുമ്പോൾ അവളുടെ കാലിന്റെ നിയന്ത്രണം വിട്ടിട്ട് പെട്ടെന്ന് തല കീഴായിട്ട് മറിഞ്ഞ് ഉരുണ്ടുരുണ്ട് നേരെ അഥവാ ഒരു മലയുടെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു. അതുമല്ല നല്ല കുത്തൊഴുക്കായതുകൊണ്ട് അവൾക്ക് പിടികിട്ടാതെ ആ ഒരു വെള്ളത്തിലൂടെ തന്നെ ഒഴുകി കുറേ ദൂരം ഇങ്ങ് പോകുന്നുണ്ട്. അവസാനം അവൾ മറ്റൊരിടത്തേക്ക് എത്തും. എന്താന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് സൈഡിലും മലകളാണ്. അതിന്റെ നടുവിലൂടെ ഈ ഒരു പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അതിലൂടെ കുറേ ദൂരം ഉള്ളിലേക്ക് വന്നിട്ട് ഇപ്പൊ അവിടെ ഒരു കരയിലേക്ക് കയറിയിരുന്ന് അവളുടെ ബാഗിലുള്ള കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെടുത്ത് അവൾ കഴിക്കുന്നുണ്ട്. കാരണം ഇത്രയും ദൂരം ഇങ്ങനെ വരുമ്പോൾ തന്നെ നല്ലതുപോലെ വിശക്കും. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് അവൾ അവിടെ നിന്ന് വീണ്ടും ഉള്ളിലൂടെ ഓടാണ്. ഇപ്പൊ അവൾ ഓടുന്ന വഴി എങ്ങനെയാന്ന് വെച്ചാല് രണ്ട് സൈഡിലും നല്ല ഉയരമുള്ള മലയുണ്ട്. അതിന്റെ നടുവിലൂടെ ചെറിയൊരു ഭാഗം നമ്മൾ ഈ ഒരു അനാക്കൊണ്ടായിട്ട് സിനിമ, അതേപോലെ തന്നെ ഡൈനോസറിന്റെ ഗോഡ്സില്ലയുടെ സിനിമകളിലെല്ലാം ഇതുപോലുള്ള സ്ഥലങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ സാഷ ഒരുപാട് ദൂരം ആ ഒരു മലയിടുക്കുകളിലൂടെ നടന്നു പോവാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും എത്ര ദൂരം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ തന്നെ പോകുന്നത്. അതുകൊണ്ട് അവൾക്കാണെങ്കിൽ ക്ലൈംബ് ചെയ്യാനും അറിയാം. അങ്ങനെ ആ ഒരു രണ്ട് ഭാഗങ്ങളിൽ പിടിച്ചിട്ട് പതിയെ അവൾ മുകളിലേക്ക് കയറാണ്. അങ്ങനെ അതിൽ പിടിച്ച അവൾ ഒരു വിധത്തിലെ ഈ ഒരു മലയുടെ മുകളിലേക്ക് കയറി നിൽക്കുമ്പോൾ ദേ ഇതാണ് നമ്മുടെ സാഷ ഈ ഒരു കാടിനുള്ളിൽ പെട്ടു നിൽക്കുന്ന ഈ സ്ഥലം. ഇവിടെ നിന്നും അവൾ എങ്ങോട്ട് പോകണം കാണുന്ന നമുക്ക് പോലും പ്രത്യേകിച്ചൊരു വഴി കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പിന്നെ അവൾക്ക് എങ്ങനെ കഴിയും? അങ്ങനെ സാഷ അവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ട് ഇപ്പോ നമ്മുടെ സൈക്കോ ബെൻ ഉണ്ടല്ലോ, അവൻ എവിടെ നിന്നെങ്കിലും വരുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി ആ ഒരു പുഴ പോകുന്ന ഭാഗത്തോടെ നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു വള്ളം കെട്ടിയിട്ടേക്കുന്നു. ഇത് കാണുമ്പോൾ ബൈനോക്കുലർ വെച്ചിട്ട് അവൾ കുറേ നേരം അങ്ങനെ നോക്കുന്നതും മറ്റൊരു ഭാഗത്ത് ഈ കിളികളെല്ലാം പറക്കുന്നു. എന്താന്ന് വെച്ചാൽ അവിടെ ഈ ഒരു സൈക്കോ ആ വൃത്തിയുടെ ശബ്ദം പിന്നെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവൾ ശ്രദ്ധിച്ച് ആ ഒരു വശത്തേക്ക് നോക്കുമ്പോഴാണ് ബെൻ ഇപ്പോൾ അവിടെ നിന്ന് മുകളിലേക്ക് ഓടി വരികയാണ്. ഇവൻ എങ്ങനെയാണ് ഇവളെ കാണുന്നതെന്നാണ് സത്യം പറഞ്ഞാൽ അത് മനസ്സിലാവുന്നില്ല. ഇപ്പൊ അടുത്ത തവണ അവൾ ആ ഒരു ബൈനോക്കുലർ വെച്ചിട്ട് താഴേക്ക് നോക്കുമ്പോൾ സൈക്കോ അവളെ അത്രയും ദൂരം നിന്ന് കണ്ടു. അവളെ തന്നെ നോക്കി നിന്ന് ചിരിക്കുന്നു. എന്നിട്ട് അങ്ങോട്ട് വരുന്നെന്നുള്ള രീതിയിൽ അവൻ ഓടി വരുന്നതും സാഷ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു മലയുടെ മുകളിൽ നിന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങിയിട്ട് അവൾ ഇറങ്ങുന്ന ഭാഗത്തായിട്ട് തന്നെ ഒരു കൂർത്ത ഭാഗമുണ്ട്. അതിനടിയിലേക്ക് വന്ന് അങ്ങനെ പിടിച്ചു നിൽക്കാണ്. ഇപ്പൊ മുകളിൽ നിന്ന് ഒരാളെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൾ അവിടെ നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയത്തില്ല. അതേസമയം നമ്മുടെ സൈക്കോബെൻ നേരെ മുകളിലേക്ക് വന്നിട്ട് ഇപ്പൊ ആ ഒരു മലയുടെ താഴേക്ക് ഇറങ്ങി വരുന്നു. സാഷയാണെങ്കിൽ താഴെ ഇതുപോലെ ഒളിച്ചു നിൽക്കും. സത്യത്തിൽ ഈ ഒരു സീൻ കാണുമ്പോഴത്തേക്കും കാണുന്ന നമ്മൾ നെഞ്ചടിക്കും. കാരണം രണ്ടുപേരും അതുപോലെയാണ് നിൽക്കുന്നത്. ഈ സൈക്കോ അവളെ കണ്ടു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. അങ്ങനെ കുറേ നേരം സാഷ അവിടെ തന്നെ നിന്ന് ഈ സൈക്കോ അവളെ കാണാത്തത് കൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നതും സാഷ വീണ്ടും മുകളിലേക്ക് കയറിയിട്ട് ഇപ്പൊ അവിടെ നിന്ന് മറ്റൊരു വശത്തേക്ക് പോവാണ്. എന്താന്ന് വെച്ചാല് അവൾ ആ ഒരു ബൈനോക്കുലറിലൂടെ നോക്കുമ്പോഴേക്കും താഴെ ഒരു വള്ളം കണ്ടിരുന്നല്ലോ. ഇപ്പൊ അവിടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് സാഷ പെട്ടെന്ന് ആ ഒരു വള്ളമുള്ള സ്ഥലത്തേക്ക് പോകും. പക്ഷെ അവിടെയും ഒരു ടെസ്റ്റ് ഉണ്ട്. ആ വള്ളത്തിനടുത്തായിട്ട് തന്നെ ഈ സൈക്കോ ഉണ്ടല്ലോ, അവന്റെ ആ ഒരു വീടുള്ളത്. ഇപ്പൊ അവനാണെങ്കിലുള്ള വസ്ത്രമെല്ലാം ഊരിക്കളഞ്ഞിട്ട് അവിടെ വെള്ളത്തിൽ കിടന്ന് നീന്തി കുളിക്കുന്നു. അപ്പൊ അവൻ കാണാതെ എങ്ങനെയെങ്കിലും ആ ഒരു വള്ളം എടുത്തോണ്ട് പോകണം. അതിനുവേണ്ടി സാഷ പതിയെ അവൻ കാണാതെ വെള്ളത്തിലേക്ക് ഇറങ്ങി ആ വെള്ളത്തിനടിയിലൂടെ നീന്തി പോവും. ഇവനാണെങ്കിൽ ഇവിടെ നല്ലതുപോലെ ആർമാദിച്ച് കുളിക്കുന്നത് കൊണ്ട് അവൾ വരുന്ന ആ ഒരു കാര്യം അവൻ കാണത്തില്ല. അങ്ങനെ പതിയെ സാഷ ഈ ഒരു വെള്ളത്തിനടിയിലൂടെ ആ വള്ളം കിടക്കുന്ന ഭാഗത്തേക്ക് വരും. എന്നിട്ട് വള്ളത്തിലേക്ക് പിടിച്ച് ആ വള്ളത്തിന്റെ കെട്ടഴിച്ചിട്ട് അത് ഒഴുകിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു കെട്ട് അഴിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ആ ഒരു വള്ളം കെട്ടിയിട്ടേക്കുന്ന മറുവശം ഉണ്ടല്ലോ,
അവിടേക്ക് നീന്തി വന്നിട്ട് ആ ഒരു കയറഴിക്കാനായിട്ട് വരുന്നതും അവിടെയായിരുന്നു ഒരു ഒന്നൊന്നര ടെസ്റ്റ്. എന്താന്ന് വെച്ചാല് അവളുടെ കാലിലേക്ക് എന്തോ ഒരു കാര്യം കയറി പിടിക്കുന്നു. അതൊരു മുതലാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. സൈക്കോബൻ അവിടെ ഒരു കെണി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവളിതുപോലെ വരുമെന്ന് അവന് നേരത്തെ തന്നെ അറിയാവുന്നതുപോലെ. ഇപ്പൊ ആ ഒരു കെണിയിൽ കുടുങ്ങി അവൾ കിടക്കുന്നതും സൈക്കോ പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് അവളെ വലിച്ച് കരയിലേക്ക് കയറ്റും. ഇപ്പൊ കരയിലേക്ക് കൊണ്ടുവന്ന് അവളെ പിടിക്കാനായിട്ട് വരുമ്പോൾ സാക്ഷി എന്താ ചെയ്യുന്ന വെച്ചാൽ തന്റെ ബാഗിലെ ആ ഒരു പെപ്പർ സ്പ്രേ ഉണ്ടായിരുന്നല്ലോ, അത് പെട്ടെന്നെടുത്ത് അവന്റെ കണ്ണിലേക്ക് ഒരു ഒറ്റയാടി. ഈ സ്പ്രേ അടി കൊള്ളുന്നതും ഇവനാണെങ്കിൽ കണ്ണ് കാണാൻ കഴിയാതെ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി തല മുഴുവനും വെള്ളത്തിലേക്ക് മുക്കി വെച്ചിട്ട് ഈ വേദന മാറാൻ വേണ്ടി അവൻ വെള്ളത്തിൽ കിടക്കുന്നു. ഈ ഗ്യാപ്പിൽ നമ്മുടെ സാഷ ആ ചങ്ങല എങ്ങനെയെങ്കിലും വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ കഴിയുന്നില്ല. അവൾ എത്ര ശ്രമിച്ചിട്ട് കഴിയുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സൈക്കോ അവന്റെ കണ്ണിലെ റെഡിയാക്കി വീണ്ടും കരയിലേക്ക് കയറി വന്ന് അവൻ ആ ഒരു അമ്പും വില്ലും എടുക്കുന്നതും സാഷ തന്റെ കയ്യില് പെപ്പർ സ്പ്രേയും വെച്ചിട്ട് നിൽക്കാണ്. അപ്പോൾ അവൻ പറയും, സാഷ അതിനെ കൊണ്ട് കഴിയത്തില്ല, അതുകൊണ്ട് ആ പെപ്പർ സ്പ്രേ അത് കളഞ്ഞേക്കെന്ന് പറയുമ്പോൾ വേറെ വഴിയില്ല, സാഷ അതെടുത്ത് ദൂരേക്ക് എറിയും. ഇപ്പൊ അവൻ പറയും, ഓക്കെ ഞാനിപ്പോ ആ ഒരു കെണി മാറ്റിത്തരാം, അനങ്ങാതെ അവിടെ തന്നെ കിടക്ക് എന്ന് പറഞ്ഞ് അവളുടെ കാലിലെ ആ ഒരു കെണി വലിച്ചങ്ങ് പോരും. ഇപ്പൊ കാലു വയ്യാത്തതുകൊണ്ട് അവൾക്ക് അധികം ഓടാനും കഴിയത്തില്ല. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ സാഷയെ ഒരു മരത്തിനടുത്തായിട്ട് തന്നെ അവൻ കെട്ടിയിട്ടേക്കാണ്. അത് കഴിഞ്ഞ് ഇവനാണെങ്കിൽ ആ ഒരു കാടിനുള്ളിലേക്ക് കയറിയിട്ട് എന്തൊക്കെ ഇലകളും അതേപോലെ തന്നെ പഴങ്ങള് ഇതെല്ലാം പറിച്ചെടുത്ത് നേരെ അവളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അവൾക്ക് കഴിക്കാണ്ട് കൊടുക്കും. പക്ഷെ ആദ്യം അവൾ കഴിക്കത്തില്ല. അവളുടെ വായിലേക്ക് അത് തിരികെ വെച്ചു കൊടുക്കുന്നതും അവൻ ചോദിക്കും, എന്ത് സാഷ നിന്നെ കെട്ടിയിട്ടത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ സാഷ പറയും, നിന്റെ തലയ്ക്കുള്ളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ നിനക്ക് എളുപ്പമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കാൻ, പക്ഷേ നീ തിരഞ്ഞെടുത്തത് ഇതായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൻ ആ ഒരു മാപ്പിൽ എളുപ്പമുള്ള വഴി വേണോ അതോ പാടായിട്ടുള്ള വഴി വേണോ എന്ന് ചോദിച്ചല്ലോ. അത് അവൻ ഇവിടെ കൊല്ലാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഈ ഒരു കാര്യത്തെ പറ്റിയാണ് അവൾ ചോദിച്ചത്. എന്നിട്ട് അവൻ പറയും, നീ എത്ര നേരം നിന്റെ വേദന സഹിക്കുന്നുവെന്ന് മനസ്സിലാക്കാം, അതേപോലെ തന്നെ എന്റെ ആഗ്രഹം ഒരിക്കലും നശിപ്പിക്കരുത് സാഷ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അവൻ അവളെ വെച്ചിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രിയാവുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മഴ പെയ്യുന്നു. അവനാണെങ്കിൽ കെട്ടിയിട്ടിരുന്ന ആ ഒരു ചെറിയ വീടിനകത്ത് കയറി കിടക്കുന്നു. സാഷിയെ ആ മഴയത്ത് തന്നെ കെട്ടിയിട്ടേക്കാണ്. എന്നിട്ട് ആ ഒരു വീടിനകത്ത് കിടന്ന് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില ചടങ്ങുകൾ ചെയ്യാനായിട്ട് നമ്മളെല്ലാം സഹിക്കണം. അതേപോലെ തന്നെ പഴയ കാലത്ത് ചില ആദിവാസികൾ അവരുടെ പല്ല് കോർപ്പിക്കാൻ വേണ്ടി വേദനയുള്ള ചില കാര്യങ്ങൾ ചെയ്യും എന്നെല്ലാം പറഞ്ഞ് അവിടെ കിടന്ന് അവളെ പേടിപ്പിക്കുന്ന പോലെയെല്ലാം നോക്കി ഈ ആമത്തല ഉള്ളിലേക്ക് വലിക്കുമല്ലോ, അതുപോലെ അവന്റെ മൊട്ടത്തല ആ ഇരുട്ടിനുള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത ദിവസം ആ ഒരു കൊടും കാടിനുള്ളിലൂടെ നമ്മുടെ സാഷയും കൊണ്ട് അവൻ ഒരു ബോട്ടിൽ പോവാണ്. അങ്ങനെ തുഴഞ്ഞു പോകുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, ആ ഒരു രജിസ്റ്ററിൽ നിന്ന് നിന്റെ പേരെടുത്ത് നിന്നെപ്പറ്റി ഞാൻ കൂടുതൽ അന്വേഷിച്ചു. നിന്നെ പോലെയുള്ള ഒരാളായിരുന്നു എനിക്ക് ആവശ്യം. കാരണം ഇവന് വേട്ടയാടി കൊല്ലാൻ വേണ്ടി അത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെയാണ് ഇവൻ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം അവളോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ആ ഒരു ബോട്ടിൽ തന്നെ ഒരു കമ്പി കിടപ്പുണ്ട്. അത് നമ്മുടെ സാഷ കണ്ടിട്ട് അവനോട് സംസാരിച്ച് ആ കമ്പി പതിയെ എടുത്ത് അവൻ അടിക്കാനെന്ന് വിചാരിക്കുന്നതും ഇതിനു മുന്നേ അവൻ എങ്ങനെയോ അത് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് നമ്മുടെ സാഷയെ പിടിച്ച് വെള്ളത്തിലേക്ക് തള്ളിയങ്ങിടും. അവളുടെ കൈ രണ്ടുമാണെങ്കിലും ഇപ്പൊ കെട്ടിവെച്ചേക്കാണ്. എന്നിട്ട് ആ ഒരു ബോട്ടും തുഴഞ്ഞ് അവളെയും വലിച്ചെടുത്തോട് തന്നെ വെള്ളത്തിലൂടെ പോകുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഏയ് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല, നീ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവളെ ഇപ്പോൾ വലിച്ചെടുത്ത് ആ ഒരു കുത്തൊഴുക്കും അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ തന്നെ അവളെ വെള്ളത്തിലൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരം കൊണ്ടുവന്നിട്ട് അവസാനം അവൻ അറിയാവുന്ന ഏതോ ഒരു സ്ഥലമാണ്. രണ്ടു വശങ്ങളിലും നല്ല മലയിടുക്കുകളും ഇരട്ടായിട്ടുള്ള സ്ഥലം. അവിടേക്ക് നമ്മുടെ സാഷയെ കൊണ്ടുവന്ന് ഇപ്പോൾ വലിയൊരു കുഴിയുണ്ട്. അതിന് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു കയറെല്ലാം കെട്ടി സാഷിയോട് പറയും, അതിന്റെ താഴേക്ക് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഇറങ്ങാൻ പോവാണെന്ന് പറഞ്ഞ് അവളെയും കെട്ടിവെച്ചിട്ട് അവൻ പതിയെ ആ ഒരു കുഴിക്കുള്ളിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ആ ഒരു കുഴിയിലേക്ക് ഇറങ്ങിയതിനു ശേഷം വീണ്ടും അവളെ വലിച്ചെടുത്ത് കുറച്ചുള്ളിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് സാഷ ഒരു കാര്യം കാണുന്നത്. ആഹാ, വേറൊന്നുമല്ല, അതിനുള്ളിൽ ഒരുപാട് മരിച്ച ആളുകളുടെ ശരീരം കെട്ടിത്തൂക്കിട്ടേക്കുന്നു. അതുപോലെ ഇതിനുള്ളിൽ ഒരുപാട് ആളുകളെ കൊന്നുവെച്ചിട്ടുണ്ട്. അത് ഇവൻ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനു മുന്നേ സാഷ ഈ സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു സെക്യൂരിറ്റി പറഞ്ഞിരുന്നല്ലോ, ഈ കാടിനുള്ളിലേക്ക് പോയിട്ടുള്ള ഒരുപാട് പേരും ജീവനോടെ തിരിച്ചു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവരെല്ലാവരെയും കൊന്നിട്ടുള്ളത് ഇവനായിരുന്നു. ഇപ്പൊ അവൻ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് സാഷിയോട് പറയും, എൻ്റെ ഒരു വിശ്വാസം എന്താണെന്നറിയോ, ഒരു ഇരയുടെ ആത്മാവിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരം നമ്മൾ കഴിക്കണം. പക്ഷെ നമ്മൾ പിടിക്കുന്ന ആ ഒരു ഇര അത്രയും സ്ട്രോങ് ആയിരിക്കണം. പക്ഷെ ഇവരെല്ലാവരും വളരെ ദുർബലരായിരുന്നു, പെട്ടെന്ന് തന്നെ കൊല്ലാൻ കഴിഞ്ഞു. പക്ഷെ നീ അങ്ങനെയല്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവളെ വലിച്ചെടുത്തൊരിടത്തേക്ക് കൊണ്ടിടുമ്പോഴത്തേക്കാണ് അവിടെ ആ ഒരു ചെറിയ കുട്ടികളുണ്ടല്ലോ, ഇവൾ ആ ഒരു ശബ്ദം കേട്ട് മുകളിലേക്ക് കയറി വരുമ്പോഴത്തേക്കും മൊബൈലിൽ ഒരു കുടുംബം ഇവിടേക്ക് വന്നത്. അവരെല്ലാവരെയാണ് ഇവിടെ കൊന്നിട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് അവളെ കെട്ടിയിട്ടിട്ട് അവൻ തന്നെ ചോദിക്കുന്നുണ്ട്, നീ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, നിനക്ക് കുട്ടിക്കാലത്ത് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അങ്ങനെ ഒരു കാര്യം നിനക്ക് സംഭവിച്ചതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഇവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അവന്റെ പല്ലില് അങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട് എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അവന്റെ 2 വെപ്പ് വല്ലതും എടുത്ത് കാണിക്കുമ്പോഴത്തേക്കും അവന്റെ യഥാർത്ഥ പല്ല് ഉള്ളിൽ തന്നെയുണ്ട്. അതുമില്ല മൂർച്ച കൂടിയിട്ട് നരഭോജികളുണ്ടല്ലോ
അല്ലെങ്കിൽ ഒരു പ്രത്യേക മൃഗം എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ആ ഒരു പല്ലുകളുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവൻ ഈ ഒരു ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ട് പഴയ കാലത്തെ ആദിവാസികൾ ചെയ്യുന്ന പോലെ എന്തോ ഒരു കാര്യം ആത്മാക്കളെ പിടിക്കാനോ അല്ലെങ്കിൽ മനുഷ്യമാംസം തിന്നാനോ അങ്ങനെ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ആളുകളെ തട്ടിക്കൊണ്ടുവന്ന് അവരെല്ലാവരെയും കൊല്ലുന്നത്. എന്നിട്ട് പെട്ടെന്ന് എന്തോ ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് മാറിപ്പോയിട്ട് അവളിപ്പോൾ അടുത്തേക്ക് നോക്കുമ്പോൾ അവന്റെ അമ്മയുടെ ഫോട്ടോയും അതേപോലെ തന്നെ അവന്റെ കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോയും അവിടെ കാണുന്നുണ്ട്. നീ എവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവൻ അവളെ ഒരു കയറിൽ കെട്ടി അങ്ങനെ തൂക്കിയെടുക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അവളെ കൊല്ലാൻ പോകുന്നു. അതിനു മുന്നേ എന്തോ ഒരു വാക്സ് പോലെ എന്തോ ഒരു കാര്യം അവളുടെ ശരീരത്തെ തേക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ കെട്ടിത്തൂക്കിയിടുമ്പോഴത്തേക്കും നമ്മുടെ സാഷ അവന്റെ അമ്മയെ പറ്റി പറയും. ഇതുപോലെ നിന്റെ ബെഡിനടുത്ത് നിന്റെ അമ്മയുടെ ചിത്രം ഞാൻ കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ അവൻ പതിയെ അടുത്തേക്ക് നടന്നു വന്നിട്ട് എന്റെ അമ്മ എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ് എന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മ പറഞ്ഞ എന്തോ ഒരു കഥയൊക്കെ ഉണ്ട്, അതിലെന്തോ ഒരു ജീവിയുണ്ട്. അപ്പൊ അതിനെ വിശ്വസിച്ചാണ് ഇവൻ ഇതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് അവൻ പറയും എന്റെ ആദ്യത്തെ ബലി എന്റെ അമ്മയായിരുന്നു, പക്ഷെ ഇപ്പോഴും എന്റെ അമ്മ എന്നോടൊപ്പം തന്നെയുണ്ട്, അതുപോലെ നിന്നെയും എന്നോടൊപ്പം വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും അവൾ എന്താ ചെയ്യുന്നറിയോ, അവന്റെ ചെവിയിലേക്ക് ഒരു ഒറ്റക്കടി നീ ഒരു സൈക്കോണെന്ന് പറഞ്ഞിട്ട്. ഇത് കാരണം അവൾ അങ്ങനെ അവന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുമ്പോഴത്തേക്കും അവളെ കെട്ടിത്തൂക്കിട്ടേക്കുന്ന ആ ഒരു കയറിനെ നല്ല വെയിറ്റ് കയറിയിട്ട് പെട്ടെന്ന് അത് പൊട്ടി താഴേക്ക് വന്ന് വീഴും. എന്നിട്ട് അവനെ ചവിട്ടിക്കളഞ്ഞ് അവള് പെട്ടെന്ന് ആ ഒഴുകി പോകുന്ന വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. ഇവനാണെങ്കിലോ സാഷ അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് അവളുടെ പിറകെ തന്നെ വരുന്നുണ്ട്. ഇപ്പോ സാഷ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ അവളുടെ കയ്യിൽ കെട്ടിയിട്ടേക്കാണ് ആ ഒരു കയറിന്റെ ബാക്കിയാണെങ്കിലോ നല്ല നീളമുണ്ട്. പെട്ടെന്ന് ആ ഒരു സൈക്കോ അതിലേക്ക് പിടിച്ചിട്ട് അവളെ വലിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ തിരിച്ചു വലിക്കുന്നു. ഇപ്പോൾ ബെന്നിന് അവളെ വെറുതെ വിടാൻ കഴിയാത്തത് കൊണ്ട് അവൻ പെട്ടെന്ന് ആ ഒരു കയറിന്റെ മറ്റേ അറ്റം അവന്റെ ദേഹത്തേക്ക് കോർത്തിടും. പക്ഷെ ഈ ഒരു ഒഴുക്കില് ഇവരെ രണ്ടുപേരും വെള്ളം താഴേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പൊ ആ ഒരു പുഴയിലൂടെ തന്നെ കുറേ ദൂരം പോയിട്ട് അവസാനം വലിയൊരു വെള്ളച്ചാട്ടമുണ്ട്, അതിനടുത്തേക്ക് എത്തും. അതുമല്ല പോകുന്ന വഴിക്കാണെങ്കിലോ ഈ സൈക്കോ പുറകിൽ കിടക്കുന്നത് കൊണ്ട് അവന്റെ ദേഹം ഈ പാറയിലും മറ്റും വന്ന് ഇടിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഒഴുകി ഒഴുകി രണ്ടുപേരും ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അറ്റത്തേക്ക് വന്നിട്ട് അവിടെ ഈ ഒരു കയറിലിങ്ങനെ തൂങ്ങിക്കിടക്കും. കുറച്ച് കഴിഞ്ഞ് വീണ്ടും പിടിവിട്ട് രണ്ടുപേരും നേരെ താഴേക്ക് വന്ന് വീഴുന്നു. അതിലും നമ്മുടെ സൈക്കോയ്ക്ക് നല്ല രീതിയിൽ അടി പറ്റുന്നുണ്ട്. അതുമല്ല അവൻ താഴെ വീണ് അവന്റെ ബോധവും പോയിട്ട് ഇപ്പൊ അവൻ വെള്ളത്തിലിങ്ങനെ പോയി കിടക്കുന്നതും സാഷ വെള്ളത്തിലായിപ്പോയി. ഇവനാണെങ്കിൽ അവിടെ ലോക്കായിട്ട് നിൽക്കുന്നു. അങ്ങനെ സാഷ തിരിച്ച് നീന്തി അവന്റെ അടുത്തേക്ക് വന്ന് ആ ലോക്ക് അഴിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. അവസാനം അവനെ വലിച്ചെടുത്ത് നേരെ കരയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ അവനെ കരയിലേക്ക് കൊണ്ടിട്ടിട്ട് അവളുടെ കയ്യിലുള്ള ആ ഒരു വിലങ്ങുണ്ടല്ലോ അത് പൊട്ടിക്കാൻ വേണ്ടി ഒരു പാറ എടുത്ത് തന്റെ കയ്യിലേക്ക് ഇടിക്കുകയാണ്. അങ്ങനെ ഇടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഇവൻ പെട്ടെന്ന് കണ്ണുറക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് വന്ന് നമ്മുടെ സാഷയുടെ കഴുത്തിലേക്ക് പിടിച്ചിട്ട് അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കും. സാഷയ്ക്കാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ അവൾ അങ്ങനെ കിടക്കുമ്പോൾ ഇവൻ കുറേ നേരം അവളുടെ കഴുത്തിൽ പിടിച്ചിട്ട് പെട്ടെന്ന് എന്തോ ഒരു മാറ്റം വന്ന് അവളൊന്നും ചെയ്യുന്നില്ല. ഈ സമയം കൊണ്ട് സാഷ അവനെ തള്ളി താഴേക്കിട്ട് ഒരു വലിയ പാറക്കല്ല് എടുത്തുകൊണ്ട് വന്നിട്ട് അവന്റെ കാലിലേക്ക് 2-3 ഇടി ഇടിച്ചിടിച്ച് കാലങ്ങ് പൊട്ടിക്കും. അപ്പൊ അവനാണെങ്കിലോ അവളെ ഒരു അടി ഇടിക്കുന്നതും സാഷ മറ്റൊരു വശത്തേക്ക് വന്ന് വീഴുന്നു. അവൻ നോക്കുമ്പോൾ അവന്റെ കാല് പൊട്ടിയിട്ട് എല്ല് പുറത്തു വന്നിട്ടുണ്ട്. എന്റെ കാല് നീ പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോൾ അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും വേദന സഹിച്ചിട്ട് അവിടെ തന്നെ കിടക്കുന്നു. ഇപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്കാണ് നമ്മുടെ സാഷ അവനോട് ചോദിക്കുന്നത്, അല്ല നിന്റെ ഡെന്റിസ്റ്റ് നിന്റെ പല്ല് നല്ല ഷാർപ്പാക്കി തന്നിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നീ അവനെ തിന്നോന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടത്തില്ല. അങ്ങനെ സാഷ അവിടെ കിടന്നിട്ട് ടോമി ഉണ്ടല്ലോ അവനെ പറ്റി ഈ ബെന്നിനോട് പറയാണ്, ഇതുപോലെ അവൻ പോയതുകൊണ്ടാണ് ഞാൻ പോയത്, അവൻ എന്നോട് പറഞ്ഞിട്ടും ഞാനത് കേൾക്കാതെ അതിന് മുകളിലേക്ക് കയറി. കൂടാതെ അവൻ താഴെ വീഴുമ്പോൾ ആ ഒരു വെയിറ്റ് കാരണമാണ് ആ ഒരു കയറിന്റെ പിടി വിട്ട് അവൻ താഴേക്ക് പോയതെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം വിഷമിച്ച് നമ്മുടെ സൈക്കോയോട് അവൾ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ദിവസം ആവുന്നതും രണ്ടുപേരും 2 വശങ്ങളിലായിട്ട് കിടക്കാണ്. ഇനിയിപ്പോൾ രണ്ടുപേർക്കും ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കിടന്ന് വിശന്ന് മരിക്കേണ്ടി വരും. അപ്പോഴാണ് നമ്മുടെ സാഷ അടുത്തുള്ളൊരു മല കണ്ടിട്ട് ഇതിന് മുകളിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇതിന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് എത്താം, പക്ഷേ താഴെ കൂടെ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ 12 ദിവസം എടുക്കും. അപ്പോൾ സാഷ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് മുകളിലേക്ക് കയറാം, നീ എന്നെ സഹായിക്കണം, എന്റെ കയ്യിലെ കെട്ടഴിച്ചു കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് ഞാൻ മുകളിലേക്ക് പോവാം, നിനക്ക് മുകളിലെത്തിക്കഴിഞ്ഞാൽ നിന്റെ കാല് ശരിയാക്കിയിട്ട് എന്നെ വെറുതെ വിട്ടാൽ മതി, ഞാനിത് വേറെ ആരോടും പറയത്തില്ല, ഈ ഡീലിന് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം അവൻ ഇത്തിരി മടിക്കുമെന്നുണ്ടെങ്കിലും അവൾ പറയും, ഇപ്പോൾ നീ എന്റെ കെട്ടഴിച്ചാൽ മാത്രമേ നിന്നെ കൊണ്ട് മുകളിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നത് പോലെ അവനോട് മുകളിലേക്ക് കയറാൻ പറയും. അങ്ങനെ നമ്മുടെ സാഷ മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ കയറിന്റെ ഒരു ഭാഗം അവന്റെ ദേഹത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവൾ ഏതെങ്കിലും രീതിയിൽ അത് അഴിക്കാൻ ശ്രമിച്ചാലേ അവൻ അവളെ വലിച്ച് താഴെക്കിടും, നമ്മൾ രണ്ടുപേരും മരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവളെ മുകളിലേക്ക് പറഞ്ഞു വിടുന്നത്. അങ്ങനെ സാഷ അതിലേക്ക് പിടിച്ചിട്ട് പതിയെ പതിയെ മുകളിലേക്ക് കയറി. ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും അവൾ അവിടെ ഈ ഒരു കയറുണ്ടല്ലോ അത് നല്ല സ്ട്രോങ് ആയിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഗ്യാപ്പിലേക്ക് വെക്കും. അപ്പോൾ അവനാണെങ്കിലോ അവന്റെ ആ ഒരു ശരിയായിട്ടുള്ള കാലുണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് അതിലൊരു പ്രത്യേക രീതിയിൽ കയറെല്ലാം ചുറ്റി അങ്ങനെ പിടിച്ചു പിടിച്ചാണ് മുകളിലേക്ക് പോകുന്നത്.
എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാല് കൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കയറ് വെച്ചേക്കുന്ന രീതി വഴി പെട്ടെന്ന് മുകളിലേക്ക് പോകാൻ കഴിയും. അതുപോലെ ഓരോ വശത്തേക്ക് എത്തിയിട്ട് അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ സാഷ മുകളിലേക്ക് പോകുന്നു. അങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഒരിടത്ത് നിൽക്കുമ്പോഴാണ് അവൾ പതിയെ ആ ഒരു കയറിന്റെ ലോക്ക് ഉണ്ടല്ലോ അവളുടെ ദേഹത്ത് വെച്ചേക്കുന്ന അത് അഴിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ഒരു ശബ്ദം കേട്ട് ബെൻ പെട്ടെന്ന് അവളൊരു ഒറ്റ വലി താഴേക്ക് വന്ന് വീഴുമ്പോഴാണ് ബെൻ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ അത് അഴിക്കരുത്, ഞാനിങ്ങനെ ചെയ്യുമെന്ന്. നീ ഇപ്പോൾ അത് അഴിക്കാൻ ശ്രമിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ സാഷ അവന്റെ കാലിനിട്ട് ഒരു ഒറ്റ ഇടി. ഇത് കാരണം അവൻ വേദനിച്ചിട്ട് ഒന്ന് അടങ്ങിയിരിക്കി എന്ന് പറയുമ്പോൾ അവള് വീണ്ടും പിടിച്ചിട്ട് മുകളിലേക്ക് തന്നെ കയറാണ്. അങ്ങനെ അടുത്ത തവണ മുകളിലേക്ക് കയറിയിട്ട് അവനെ വലിച്ച് മുകളിലേക്ക് ആക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും റിസ്ക് ആയിട്ടുള്ളൊരു ഭാഗമുണ്ട്. അതുകൊണ്ട് അവള് പതിയെ പിടിച്ച് മുകളിലേക്ക് കയറുന്നു. ഇവനാണെങ്കിൽ താഴെ കിടക്കുന്നുണ്ട്. അങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് സാക്ഷി എന്താ ചെയ്യുന്നറിയോ, അവന്റെ ദേഹത്തുള്ള ആ ഒരു കെട്ട് അത് പതിയെ അടുത്തുള്ളൊരു മരത്തിന്റെ ബാക്കി ഭാഗമുണ്ട്, ഉണങ്ങിയതാണ്, അതിലേക്ക് വെച്ച് കെട്ടും. എന്നിട്ട് അവളുടെ ദേഹത്ത് നിന്നും ആ ഒരു കയറ് മൊത്തത്തില് ഊരി മാറ്റുകയാണ്. അത് ഇവ അറിയാതെ. പക്ഷെ എന്തോ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ഇവൻ ആ ഒരു ശബ്ദം കേട്ട് പെട്ടെന്നൊരു ഒറ്റ വലി. സാക്ഷിയാണെങ്കിൽ അവിടെ തൂങ്ങിക്കിടക്കും, അതും ആ ഒരു മരത്തിൽ പിടിച്ചു കിടക്കും. അപ്പൊ ഇവനാണെങ്കിൽ പിന്നെ വലിക്കാണ്. അപ്പോൾ നീ എനിക്ക് വാക്ക് തന്നിട്ട് നീ എന്നെ ചതിക്കണമെന്ന് ചോദിച്ചേ ബെൻ അവളെ പിടിച്ചിങ്ങനെ വലിക്കുമ്പോഴത്തേക്കും അവളുടെ ദേഹത്ത് നിന്ന് ആ ഒരു കയറെല്ലാം ഊരി അവസാനം മൊത്തത്തിൽ അവളുടെ കാലിൽ നിന്നും ഈ കയറെല്ലാം കൂടി താഴേക്ക് പോകുന്നതും എന്താന്ന് വെച്ചാൽ ഇവ തൂങ്ങിക്കിടക്കുന്നത് ആ ഒരു മരത്തിന്റെ പേരിലാണല്ലോ, അതാണെങ്കിൽ ഉണങ്ങിയതും അവളെ അങ്ങനെ നോക്കി നിൽക്കുന്നതും പെട്ടെന്ന് അതും കൂടി ഊരിയിട്ട് ഈ സൈക്കോ നേരെ താഴേക്ക് വീണ് ഏറ്റവും താഴെ എത്തത്തില്ല. അതിന് മുന്നേ തന്നെ ഒരു പാറയിലേക്ക് ഇടിച്ച് അവൻ പൂർണ്ണമായിട്ടും അവിടെ വെച്ച് മരിച്ചു. ഇനി എന്തായാലും ഇവൻ അവളുടെ പിറകെ പോകാൻ പോകുന്നില്ല. അങ്ങനെ നമ്മുടെ സാഷയും ഒരു വിധത്തിലെ രക്ഷപ്പെട്ടു. ഇനി എന്താണ് ഇവിടെ നിന്നും അവൾ ആദ്യം ആ ഒരു മഞ്ഞുമലയിലേക്ക് കയറുമ്പോഴത്തേക്ക് റിസ്ക് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നല്ലോ, അതുപോലെ ഇവിടെയും ഒരു ഭാഗമുണ്ട്. അതിൽ പിടിച്ചിട്ട് അവൾക്ക് മുകളിലേക്ക് കയറണം. ഏറ്റവും റിസ്ക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ ദേഹത്ത് കയറോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഒന്നുകിലും മരണം അല്ലാന്നുണ്ടെങ്കിൽ രക്ഷപ്പെടും. അങ്ങനെ സാഷ തന്റെ ആ ഒരു ആത്മവിശ്വാസം ഒരിക്കലും വിടാതെ അവൾ പതിയെ മുകളിലേക്ക് തന്നെ കയറാണ്. ഓരോ റിസ്ക് ആയിട്ടുള്ള ഭാഗവും പിടിച്ച് അവസാനം സാഷ എങ്ങനെയെങ്കിലും ആ ഒരു മലയുടെ മുകളിലേക്ക് കയറുന്നു. അങ്ങനെ റിസ്ക് ആയിട്ടുള്ള ആ ഒരു ഭാഗം കടന്ന് മുകളിലേക്ക് വന്നിട്ട് അവൾക്ക് നല്ല സന്തോഷമുണ്ട് ഈ രീതിയിൽ അവൾ രക്ഷപ്പെട്ടതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ ചിരിച്ച് കുറേ നേരം അവിടെ തന്നെ കിടന്ന് അത് കഴിഞ്ഞ് ഈ കാട്ടിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ എങ്ങനെയോ ഒരു വഴി കണ്ടുപിടിച്ച് അതിലേ നടന്നു പോകുമ്പോൾ പിറകിലൂടെ വേറെ കാറിൽ വന്ന രണ്ടുപേര് നമ്മുടെ സാഷയെ കണ്ടിട്ട് അവളെ രക്ഷപ്പെടുത്തി നേരെ വെളിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ വെളിയിലേക്ക് ആ ഒരു സെക്യൂരിറ്റിയുടെ സ്ഥലമുണ്ടല്ലോ അവിടേക്ക് കൊണ്ടുവന്നിട്ടാണ് സാഷ ഈ കാണാതായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരെ പറ്റി ആ ഒരു സെക്യൂരിറ്റിയോട് പറയുന്നത് അവരെല്ലാവരും മരിച്ചുപോയെന്ന്. അതേപോലെ തന്നെ ഈ ഒരു സൈക്കോയുടെ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവൻ എല്ലാവരെയും കൊണ്ടുവന്ന് കൊല്ലുന്ന ആ ഒരു ഗുഹ, ആ സ്ഥലവും നമ്മുടെ സാഷ പറഞ്ഞു കൊടുക്കുന്നതും റെസ്ക്യൂ ടീം അവിടേക്ക് വന്നിട്ട് അവിടെ മരിച്ചവരുടെ എല്ലാവരുടെയും ശരീരം അവിടെ നിന്ന് കണ്ടെടുക്കുന്നു. ഏകദേശം 10-20ഓളം ആളുകളെ അവൻ അവിടേക്ക് കൊണ്ടുപോയിട്ട് കൊന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെ ശരീരവും അവിടെ നിന്ന് കൊണ്ടുപോയതിനു ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു സ്ത്രീ സാക്ഷ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയാണ് ഈ സ്ഥലത്തെ പറ്റി പറഞ്ഞതും. ഇത്രയും കാലം എല്ലാവരും വിചാരിച്ചിരുന്നത് ആ കാടിനുള്ള ഒരു മൃഗമാണ് എല്ലാവരെയും കൊല്ലുന്നതെന്നാണ്. പക്ഷെ അതൊരു മനുഷ്യനായിരുന്നു എന്നല്ല ഇപ്പോൾ ന്യൂസിലൂടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇത്രയും വലിയൊരു റിസ്കിൽ നിന്ന് അവൾ രക്ഷപ്പെട്ട് അവൾ ഇപ്പോൾ ഒരു കടൽ തീരത്ത് വന്ന് ഒറ്റയ്ക്കിരിക്കുന്നു. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് ആയിട്ട് തോന്നാനായിട്ട് വലിയ സാധ്യതയില്ല. കാരണം നമ്മൾ കണ്ടു മറന്നൊരു കഥ തന്നെയാണ്. പക്ഷെ അവർ ഈ സിനിമയ്ക്ക് വേണ്ടി ചൂസ് ചെയ്ത ആ ഒരു ലൊക്കേഷൻ, ഇതുപോലെയുള്ള കഥകളും അതേപോലെ തന്നെ ഒരേപോലെയുള്ള കഥകളിൽ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ലൊക്കേഷനും അവരതിനെ എങ്ങനെ എടുത്തേക്കുന്നു എന്നുള്ള രീതിയാണല്ലോ നമുക്കത് കുറച്ചെങ്കിലും വ്യത്യസ്തമായിട്ട് തോന്നുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതിന്റെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇനി അടുത്ത ഒരു പുതിയ സിനിമയുണ്ട്, ഇഷാൽ മറിയം കില്ലർ കിഡ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്യാവോന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് 2 വട്ടം ഓക്കെ ചെയ്യാം. ഞാൻ ആ ഒരു കമന്റിന്റെ റിപ്ലൈ കൊടുത്തിട്ട് ആൾ കണ്ടിട്ടില്ല. നിങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ ഒരുപാട് സിനിമകൾ കമന്റ് ചെയ്യുന്നുണ്ട് അത് ചെയ്യാനായിട്ട്, അതെല്ലാം ഞാൻ കാണുന്നുണ്ട്. ചെയ്യാൻ പറ്റാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, അപ്പോഴേക്കും നമുക്ക് പുതിയ സിനിമകളൊക്കെ വരും. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കുറച്ച് ലേറ്റ് ആവും, അത്രമാത്രമേ ഉള്ളൂ. എന്തായാലും അധികം താമസിക്കാതെ ആ മൂവിയും ചെയ്യാനായിട്ട് ശ്രമിക്കാം. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു സിനിമയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇടുന്നൊരു കമൻറ്റ് ഞാൻ കാണുന്നുണ്ട്. മാക്സിമം എല്ലാത്തിനും റിപ്ലൈ തരാനും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ അത്തരം സിനിമകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെച്ചേക്കുക, ഒരു ലൈക്കും കൂടി അടിച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ പുതിയ സിനിമകൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ പഴയ സിനിമകൾ കാണാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതെല്ലാം ഒന്നും മറക്കാതെ ചെയ്തു വെച്ചേക്കുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.